2017 ജനുവരി 28 മനോരമയിൽ ഒരു ഫുൾ പേജ് ന്യൂസ് വന്നത്. മനോരമയുടെ കോശി, മനോരമ കോട്ടയം ഓഫീസിലുള്ള കോശി എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ മനോരമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മനോരമയിലെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെറിയൊരു വില്ലേജിലാണ്, റിമോട്ടായിട്ടുള്ള വില്ലേജിലാണ്. ഞാൻ ജനിച്ചു വളർന്ന ഹൈസ്കൂൾ വരെയൊക്കെ പഠിക്കാനേ അവിടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. അവിടെ നിന്നും ഒരു 25 കിലോമീറ്റർ പോകണം ആദ്യമായിട്ടുള്ള ഒരു സിറ്റിയോ കോളേജോ ഒക്കെ ഉണ്ടാവാൻ. അത് തളിപ്പറമ്പ് എന്ന് പറയുന്ന പണ്ട് താലൂക്ക്. അവിടെയാണ് ഞങ്ങളുടെ ലാൻഡ് രജിസ്ട്രേഷൻ ആയാലും സാധനം മേടിക്കാൻ പോലും അവിടെ പോകണം. ഒരു അന്ന് പരിപ്പും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ മേടിക്കാൻ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവിടെ വരെ പോകണം. ഞാനുള്ള കാലത്തൊക്കെ ചെറിയ ജീപ്പുകളൊക്കെ ഉണ്ട്, ബസ്സൊന്നുമില്ല അവിടെ. അപ്പോൾ ഈ ജീപ്പിൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് പോവാലോ. 7 പേരും 10 പേരൊക്കെ തൂങ്ങി നിൽക്കും രണ്ട് ഭാഗത്തൊക്കെ. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പഠിച്ചതൊക്കെ അങ്ങനെയാണ്. ഞാൻ സ്കൂൾ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചേട്ടന് ജീപ്പ് ഉണ്ടായിരുന്നു. അത് എവിടെ വെച്ചാലും ഒന്നുകിൽ ഇറക്കം താഴത്തോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഇറക്കം. അപ്പം ഞാൻ അതിനകത്ത് ചാടിക്കയറി ഗിയർ മാറ്റി ന്യൂട്രലിട്ടിട്ട് എവിടെയാണോ പാർക്ക് ചെയ്തത് അവിടെ വണ്ടി കാണില്ല, അത് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് തന്നെ. അപ്പോൾ പയ്യന്നൂരാണ് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു സിറ്റി. അവിടെയാണ് എൻ്റെ ചേട്ടൻ കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതും. ഞങ്ങളൊക്കെ പഠിച്ചത് അവിടെയാണ്, കോളേജിൽ, പയ്യന്നൂർ കോളേജിലാണ്. അപ്പോൾ പയ്യന്നൂർ കോളേജിലുള്ള കാലത്ത് ഉള്ള അനുഭവങ്ങളും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പയ്യന്നൂർ കോളേജിലേക്ക് ഞാൻ ജോലിയൊക്കെ ആയി യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിരുന്ന സമയത്ത് പയ്യന്നൂർ കോളേജിൽ ഞങ്ങളൊരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് പയ്യന്നൂർ മനോരമയുടെ ഒരു ഭരതേട്ടനെ പരിചയപ്പെടുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും മെൻഷൻ ചെയ്യാറുള്ളൊരു പേരാണ് ഭരതേട്ടൻ. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നൊരു കഴിവ് ഞാൻ പറയാറുണ്ട്. ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പം അവിടുത്തെ MLAയുടെ പ്രോഗ്രാം ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഭരതേട്ടൻ ചെറിയൊരു ക്യാമറയും കൊണ്ട് ഒരു പടമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ആ പടം എടുക്കാൻ വേണ്ടി ഒരു റൗണ്ടിങ്ങിനെ ചുറ്റുന്ന സമയത്ത് മാത്രമേ എന്നെ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം റിപ്പോർട്ട് വരുമ്പോൾ അസലായിട്ടൊരു ഹെഡിങ്ങും നല്ല കഥയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇന്ന് ഭരതേട്ടൻ പറഞ്ഞിട്ട് ഭരതേട്ടൻ്റെ മകൾ എന്നെ വിളിച്ചു. അപ്പം നമ്മൾ പലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെയുള്ള ചില കോണ്ടാക്റ്റുകളും ചില ഓർമ്മകളും ചില മെമ്മറികളും ഒക്കെയാണ് നമ്മളെ ജീവിപ്പിക്കുന്നതെന്ന് തോന്നാറുണ്ട് എനിക്ക്. അല്ല, ഞാൻ എൻ്റെ നാട്ടിൽ മൈസൂരിലേക്കൊക്കെ പോകാനുള്ള ഷോർട്ട് കട്ട് വിരാജ്പേട്ട, ഇരിട്ടി, അതിൻ്റെയൊക്കെ ഓരത്ത് ഒരു കുടിയേറ്റ പ്രദേശമായ കുടിയാൻമല, ആലക്കോട് എന്നൊക്കെ പറയുന്ന മലയുടെ കീഴിലാണ് നടുവിൽ എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ നാടിന് നടുവിൽ എന്ന് പേര് വരാൻ കാരണം ചുറ്റും മലകളായതുകൊണ്ടാണ്. നല്ല മഴ കിട്ടുന്ന സ്ഥലമാണത്. മിക്കവാറും എല്ലാ ദിവസവും മഴയുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പൊട്ടി വീഴും, കാരണം കാടും പ്രദേശമൊക്കെ അല്ലേ. ഞാനും അയനയൊക്കെ പഠിച്ചത് ഒരേ കോളേജിലാണ്, പയ്യന്നൂർ കോളേജിലാണ്. ഞാൻ 84 അവിടെ നിന്ന് പാസ്സായതാണ്. 1981-84 ആയിരുന്നു എൻ്റെ BSc. പയ്യന്നൂർ BScക്ക് അഡ്മിഷൻ തരില്ല എന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും പ്രിൻസിപ്പളും മാത്തമാറ്റിക്സ് പ്രൊഫസറും ആയ രാഘവൻ നമ്പ്യാർ പറഞ്ഞതാണ് എന്നോട്. തനിക്ക് അഡ്മിഷൻ തരില്ല. പ്രിൻസിപ്പളുമാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ്, അവിടുത്തെ മാത്തമാറ്റിക്സ് പ്രൊഫസറുമാണ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കാറുമുണ്ട്. അന്ന് പ്രിൻസിപ്പളായാലും മാത്തമാറ്റിക്സ് പഠിപ്പിക്കും. ഞാൻ അഡ്മിഷന് പോയ സമയത്ത് എൻ്റെ ചേട്ടൻ അവിടുത്തെ പ്രൊഫസറുമാണ് സുവോളജിയുടെ. കാരണം അത്രേ എനിക്ക് മാർക്കുള്ളൂ, 2nd ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് മലയാളം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. തനിക്ക് അതിനുള്ള വിവരേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു വാശി, ഞാൻ മാത്തമാറ്റിക്സ് തന്നെ പഠിക്കുന്നു. അപ്പോൾ അഡ്മിഷൻ ചോദിച്ചപ്പോൾ തരില്ല പറഞ്ഞു. തൊട്ടടുത്ത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയിട്ട് ഡബിൾ മെയിനിന് ചേർന്നു, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഞാൻ പ്രീ ഡിഗ്രി, അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിയിൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഉഴപ്പിയ എല്ലാവരും അവിടെയുണ്ട്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ പയ്യന്നൂർ കോളേജിൽ പോകുമ്പോൾ ഞാൻ കാഞ്ഞങ്ങാട്. അപ്പോൾ തോന്നിയ ഒരു മാനക്കേട്, ഞാൻ അവിടുന്ന് കണ്ണൂർ SN കോളേജിൽ പോയി, മാത്തമാറ്റിക്സ് മെയിനിൽ. അപ്പം BSc ഡബിൾ മെയിൻ വിട്ടിട്ട് എൻ്റെ ചേട്ടനോടൊന്നും പറയാതെ ഞാൻ കണ്ണൂർ SN കോളേജിൽ പോയി.
അവിടെ അഡ്മിഷൻ കിട്ടിയത് മെറിറ്റിലല്ല, സ്പോർട്സ് കോട്ടയിലാണ്. ആ സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ വേണ്ടിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ, രമേശ് ചെന്നിത്തല അവരൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു കോണ്ടാക്ട്, ഞാൻ അവരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവായിരുന്നു അന്ന്, KSUവിൽ തെണ്ടി നടക്കും പൊളിറ്റിക്സിന് വേണ്ടിയിട്ടൊക്കെ, അങ്ങനെയായിരുന്നു. അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് കണ്ണൂർ SN കോളേജിൽ ഒരു സീറ്റ് കിട്ടി. എന്തിനാണെന്നറിയോ പയ്യന്നൂർ SN കോളേജിൽ ഞാൻ സീറ്റ് മേടിച്ചത്? യൂണിവേഴ്സിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. എന്നിട്ട് എൻ്റെ ട്രാൻസ്ഫർ, കുട്ടികളൊക്കെ സാധാരണ ട്രാൻസ്ഫർ ഒന്നും മേടിക്കാറില്ല BSc പഠിക്കുമ്പോൾ. ഞാൻ കണ്ണൂർ SN കോളേജിൽ നിന്ന് പയ്യന്നൂർ കോളേജിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു. എന്നിട്ട് അതേ പ്രിൻസിപ്പളോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റി തന്ന അഡ്മിഷനാണ്, എനിക്കിവിടെ ചേരണം. BSc ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത വികൃതിയാണത്. അങ്ങനെയാണ് ഞാൻ പയ്യന്നൂർ BSc മാത്തമാറ്റിക്സിന് ചേരുന്നത്. അപ്പോൾ ഒരു വാശിയുണ്ടായി, ഞാൻ മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിക്കുമെന്ന്. അതിനു മുമ്പ് 11th 12th ഒക്കെ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സിന് 4 ഔട്ട് ഓഫ് 60 ആണ് എൻ്റെ മാർക്ക്. എങ്ങനെയോ പാസ്സായി പോയതാണ് +2-ന്. എങ്ങനെയോ അല്ല, 3 പേരുണ്ട്. മാത്തിലൊരു വിജയകുമാർ ഉണ്ടായിരുന്നു, പെരുമ്പയിൽ ഒരു സത്രം ഹോട്ടൽ നടത്തിയ വിജയൻ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള രമേശ് കൊടക്കാട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ് കണ്ണൂർ. ഈ 3 പേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കമ്പൈൻഡ് സ്റ്റഡിയിൽ കുറേ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ പഠിച്ചിട്ടാണ് +2 പാസ്സായത്. അത് പേരിന് പാസ്സായത്. അപ്പോൾ അന്ന് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഫിസിക്സും ഇന്ന് അയനെ പഠിക്കുന്ന സെയിം കോമ്പിനേഷനാണ്. ഞാൻ ഈ കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിൽ നിന്നും പയ്യന്നൂരൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോഴത്തേക്കും 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ അതുവരെയുള്ള ക്ലാസ്സൊക്കെ മിസ്സായി. അങ്ങനെ ഫസ്റ്റ് ഇയർ BScക്കും മിക്കവാറും ചെറിയ മാർക്ക് മാത്രം കിട്ടി, ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ പാസ്സായത്. പക്ഷെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നന്നായിട്ട് പഠിച്ചിട്ട് 89% കിട്ടി എനിക്ക് മാത്തമാറ്റിക്സിൽ. പക്ഷെ അത് മാത്രമല്ല, അന്ന് ഞങ്ങൾക്ക് ലൈബ്രറി മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പഠിക്കാൻ. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിനോടൊക്കെ ഞാൻ പറയും, നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് പറയും. ഇതാരാ പറയണേ? മാത്തമാറ്റിക്സ് ഒന്നും അറിയാത്ത ആളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ കണ്ടുപിടിക്കും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തരും. പലപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന ക്ലാസ്സിലുള്ള ചോദ്യങ്ങളല്ല, ലൈബ്രറി പോയിട്ട് റെഫറൻസ് ബുക്കുകളിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എനിക്ക് തരും. ഞാൻ ലൈബ്രറി പോയിട്ട് ലൈബ്രറിയനോട് ചോദിക്കും, ഈ കുട്ടി ഏത് ബുക്കാണ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ബുക്ക് വായിച്ചാലാണല്ലോ ആ ചോദ്യം വരിക. അപ്പോൾ ലൈബ്രറിയിലുള്ള ഒരുവിധം എല്ലാ മാത്തമാറ്റിക്സ് ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സിലബസിൽ പെടുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നന്നായിട്ട് ഞാൻ എഴുതും. അതിന് മാത്രം കുറേ നോട്ട്ബുക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഒരുവിധം എല്ലാ പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടാവും, ഒരുവിധം എല്ലാ ടെക്സ്റ്റ് ബുക്സും പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ BSc പഠിച്ചു കഴിഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുത്തത് എൻ്റെ നോട്ട്ബുക്സാണ്. അപ്പം BSc കഴിയുമ്പോഴത്തേക്കും മാത്തമാറ്റിക്സിൽ എവിടെ വെച്ച് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു ഞാൻ. അന്നൊന്നും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊന്നും ക്ലബ്ബുകളില്ല. അന്ന് രാഘവൻ നമ്പ്യാരാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ, മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം വളരെ ടഫായിട്ടുള്ളൊരു മാഷാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു മാത്തമാറ്റിക്സ് ക്ലബ്ബ് തുടങ്ങണം. അഡ്മിഷൻ കിട്ടിയതിന് ശേഷം സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിന് ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഗസ്റ്റ് സ്പീക്കേഴ്സൊക്കെ വരും. അന്ന് ഗസ്റ്റ് സ്പീക്കേഴ്സ് ഒന്നും കോളേജുകളിലൊന്നും കാണാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഗസ്റ്റ് സ്പീക്കേഴ്സൊക്കെ വരണം, എന്നിട്ട് കുറേ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കണം. അങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, അങ്ങനെയൊന്നൊരു സിദ്ധാന്തം ഇല്ല ഇവിടെ, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആരാ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗസ്റ്റ് സ്പീക്കറൊക്കെ ആയിട്ട് വിളിക്കാൻ ആരാ വരുന്നത്? ഇന്നൊക്കെ ആണെങ്കിൽ ടാക്സി ഒക്കെ പിടിച്ചിട്ട് വരാം. അന്ന് ടാക്സി ഒന്നും പയ്യന്നൂർ പോയാൽ ആകെ 2 ടാക്സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അത്രയും റെയർ കമ്മ്യൂണിറ്റിയാണ് 4 വീലറൊക്കെ. അപ്പോൾ ഈ ഗസ്റ്റ് വരിക, ക്ലാസ് എടുക്കുക, അതൊന്നും വളരെ സാധാരണ ആയിട്ടുള്ളൊരു സംഭവമല്ല.
അപ്പോൾ എന്നോട് പറഞ്ഞു മാത്തമാറ്റിക്സ് ക്ലബ്ബൊക്കെ തുടങ്ങാം, ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം നടത്താനും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഗസ്റ്റ് സ്പീക്കർ മാത്തമാറ്റിക്സ് ക്ലബ്ബ് പയ്യന്നൂർ കോളേജിൽ ആരായിരുന്നു അറിയോ? ഇയാൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. അന്ന് ഞാനെടുത്ത ടോപ്പിക്കിന്റെ പേരാണ് ഫെബോനാഷി നമ്പർ സിസ്റ്റം. ആ ഫെബോനാഷി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് എഴുതാം. 1 അടുത്ത നമ്പർ 1, 1ഉം 1ഉം കൂട്ടിയിട്ട് അടുത്ത നമ്പർ 2, 1ഉം 2ഉം കൂട്ടിയിട്ട് 3, 2ഉം 3ഉം കൂട്ടിയാൽ 5, 5ഉം അതിൻ്റെ മുമ്പിലുള്ള നമ്പർ 3ഉം കൂട്ടിയാൽ 8. അങ്ങനെയുള്ളൊരു സീക്വൻസ് ആണ്. 1 1 2 3 5 8 13 21 അങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണ്. ആ സീക്വൻസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ സീക്വൻസ് 1/1 എന്ന് പറഞ്ഞാൽ 1 നെക്സ്റ്റ് നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്താൽ 1/2, നെക്സ്റ്റ് 2/3, നെക്സ്റ്റ് 3/5, നെക്സ്റ്റ് 5/8, നെക്സ്റ്റ് 8/13, നെക്സ്റ്റ് 13/21. അങ്ങനെ പോകുന്ന സീക്വൻസ് അവസാനം ഒരു സീക്വൻസ് ആയിട്ട് മാറിയിട്ട് ആ സീക്വൻസിന്റെ കൺവേർജൻസ് എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, അതൊരു റേഷ്യോ ആണ്. ആ റേഷ്യോയെ ഗോൾഡൻ റേഷ്യോ എന്നാണ് പറയുക. നമ്മളൊരു മിറർ കാണുമ്പോൾ ഈ മിറർ നല്ല ഷേപ്പാണെന്ന് നമുക്ക് തോന്നും. ടു നാരോ ലോങ് മിറർ നമുക്ക് ഇഷ്ടമല്ല, സ്ക്വയർ മിററും ഇഷ്ടമല്ല. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൈസ് ഉണ്ടല്ലോ, ഡയമെൻഷൻ. ആ ഡയമെൻഷനാണ് ഗോൾഡൻ റേഷ്യോ. മനുഷ്യന്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് നേവ് മുതൽ ഹെഡ് വരെ, നേവ് മുതൽ താഴെ വരെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ഗോൾഡൻ റേഷ്യോന് അടുത്താണെങ്കിൽ അയാൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഫെബോനാഷി നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റത്തിൽ. ഈ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഒരു മൂക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യന്, 2 കണ്ണുകളേ ഉള്ളൂ, 5 വിരലുകളാണ്. ഏതെങ്കിലും ഒരു ലീഫ് എടുത്തിട്ട് അതിനകത്തുള്ള നമ്പർ ഓഫ് പെറ്റൽസ്, ഒരു ഫ്ലവർ എടുത്തിട്ട് നമ്പർ ഓഫ് പെറ്റൽസ്, ഒരു വലിയൊരു തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ലീവ്സ്, അതൊക്കെ കൗണ്ട് ചെയ്താൽ ഫെബോനാഷി നമ്പർ സിസ്റ്റം ആവും. ഇപ്പം നേച്ചർ ഫോളോ ചെയ്യുന്ന നമ്പറാണ് ഫെബോനാഷി നമ്പർ സിസ്റ്റം. ഇപ്പം കൈതച്ചക്കയൊക്കെ ഇല്ലേ, കൈതച്ചക്കയുടെ ഓരോ മുള്ളുകൾ എണ്ണി നോക്കിയാൽ ടോട്ടൽ ഫെബോനാഷി നമ്പർ സിസ്റ്റം ആവും എന്നാ പറയാം. ഇപ്പൊ നേച്ചറുമായിട്ട് വളരെ ബന്ധമുള്ളൊരു നമ്പർ സിസ്റ്റം. അപ്പോൾ എൻ്റെ അന്ന് 1982 എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പലരും എന്നെ ഓർക്കുന്നത് അന്ന് ഞാനെടുത്ത ഫെബോനാഷി നമ്പർ സിസ്റ്റത്തിൻ്റെ പേരിലാണ്. വലിയൊരു ഭാഗ്യമല്ലേ അത്, ഒരു ക്ലാസ് എടുത്തിട്ട് ഒരാളെ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുക. അവസാനം ഇതേ പ്രിൻസിപ്പാൾ രാഘവൻ നമ്പ്യാർ, ഞാൻ MSc മാത്തമാറ്റിക്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഞാൻ കണ്ട് നന്ദി പറയാൻ പോയി. നന്ദി പറയാൻ പോയ സമയത്ത് അന്നൂർ സ്കൂളിൽ അവിടുത്തെ മാത്തമാറ്റിക്സ് ക്ലബ് ഇനോഗറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ആരോ വന്ന ദിവസമാണ്. അല്ല, അന്ന് വേറൊരാണ് സംഭവമാണ്. ഞാൻ BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അന്നൂർ സ്കൂളിൽ നിന്ന് ആരോ മാത്തമാറ്റിക്സ് ക്ലബ് ഇനോഗറേറ്റ് ചെയ്യാൻ വന്നു. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ, ഒരു വർഷത്തിന് ശേഷം, അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് എന്നെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചു ക്ലാസ്സിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാൻ വേണ്ടി, പ്രിൻസിപ്പളെ ഗസ്റ്റായിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് പകരം ശശികുമാർ പോയാൽ മതി എന്ന്. BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പ്രിൻസിപ്പൾക്ക് പകരമായിട്ട് പ്രസംഗിക്കാൻ പോയ ആളാണ് ഞാൻ. എന്നൊരു ഭാഗ്യം വേണ്ടേ? അയനക്കറിയാം, ബോംബെ ഹോട്ടലില്ലേ, ബോംബെ ഹോട്ടലിലെ രഘു എന്ന് പറയുന്ന ഒരാൾ അന്ന് അന്നൂർ സ്കൂളിലെ മാഷായിരുന്നു. ആ രഘുവിനെയൊക്കെ ഞാൻ അന്നാ പരിചയപ്പെടുന്നത്. ആ രഘുവിൻ്റെതാണ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂർ. രഘുവൊക്കെ പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് പോയിട്ടൊരു ആദ്യത്തെ പബ്ലിക് പ്രോഗ്രാം അതാണ് അന്നൂർ സ്കൂളിൽ. പക്ഷെ അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് പോയിട്ട് ക്ലാസ് എടുക്കാനൊക്കെ. BSc സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഒരു ക്ലബ് ഇനോഗറേറ്റ് ചെയ്യാൻ സ്കൂളിൽ പോയിട്ട് കുറേ കുട്ടികളുടെ. എന്നിട്ട് ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞു, സാറും വന്നിട്ട് അടുത്തിരിക്കണം, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു.
അന്ന് ഞാൻ എടുത്ത ക്ലാസ് ഉറുമ്പുകൾക്ക് എണ്ണമറിയാം എന്നാണ്. ഉറുമ്പിന് എണ്ണാൻ അറിയാം. കാരണം അന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് എടുക്കുന്നതല്ലേ. ഞാൻ പലതും ഓർക്കും. അല്ലെങ്കിൽ ഞാനിപ്പോ പറയില്ലല്ലോ അയനയോട് ഞാനിങ്ങനെ എൻ്റെ പഴയ സുഹൃത്ത് അല്ലെങ്കിൽ ഭരതേട്ടനെയൊക്കെ ഞാനൊരു 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെ മോളും. പക്ഷേ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയോ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റി നടക്കുമ്പോഴൊക്കെ ഞാനത് അയക്കും, വെറുതെ അയച്ചു കൊടുക്കും, ചിലപ്പോൾ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിലും. അതെ, അതാണ് ഞാൻ പറയാം. ഒന്ന് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ ഞാൻ വ്യക്തമായിട്ടൊരു ടോപ്പിക് ഒക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്നാ പറയാം. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ട് പലരും പഠിപ്പിക്കാറ്. ജനറലി ഞാൻ പറയാറുണ്ട് മാത്തമാറ്റിക്സുകാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, അവര് ആരെങ്കിലും ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോഴൊക്കെ പറയാ ഡോണ്ട് ഇന്റർപൊളേറ്റ് എന്നൊക്കെയാണ്. ഇന്റർഫിയർ എന്നുള്ള വാക്കൊന്നും വരില്ല, ഇന്റർപൊളേറ്റ് ആണ് വരിക. വേർ ഈസ് യുവർ ക്ലാസ് എന്ന് ചോദിച്ചാൽ ന്യൂമറേറ്ററിലാണ്. വേർ ആർ യു ഗോയിങ്? ഐ എം ഗോയിങ് ടു ഡിനോമിനേറ്റർ എന്നൊക്കെയാ പറയാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് വാക്ക് ഉപയോഗിക്കണം, കൃത്യമായിട്ടൊരു സബ്ജക്റ്റ് പറയണം. പക്ഷെ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ സംസാരിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണ് കോൺവെർസേഷൻ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് പോലെ ഒരു പബ്ലിക്കിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മുടെ ഇ കെ നായനാരുടെ പഴയ പ്രഭാഷണം, അദ്ദേഹം വളരെ കാഷ്വൽ ആയിട്ടല്ലേ സംസാരിക്കുക. ഇപ്പൊ ഞാൻ ഇ കെ നായനാരുടെ ഒരു ആനുവൽ മീറ്റിന് വേണ്ടിയിട്ട് കുവൈത്തിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിനോടനുബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആവരുത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. കാരണം ഇ കെ നായനാർ സീരിയസ് ആയിരുന്നില്ല. ഇപ്പൊ വളരെ ലാഘവത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പലതും, പക്ഷെ നമ്മൾ അതിനെ വളരെ കോംപ്ലക്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പോ അയനയോടൊരു ചോദ്യം ചോദിച്ചിരുന്നു മാത്തമാറ്റിക്സില്. ആ ചോദ്യം നമ്മൾക്ക് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് തോന്നും. എനിക്ക് പറ്റില്ല സോൾവ് ചെയ്യാൻ, പക്ഷെ വളരെ എളുപ്പമാണ്. ആ കഴിവാണ് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. പക്ഷെ അത് ടീച്ചേഴ്സ് പഠിപ്പിക്കില്ല, കാരണം അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. അത് സിലബസിൽ ഉണ്ടാവില്ല പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ. പണ്ട് മാത്തമാറ്റിക്സ് വളരെ രസകരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു നാടാണ് കേരളം. അപ്ലിക്കേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇപ്പം എൻ്റെ ഗുരു വേദം ഒക്കെ അറിയുന്ന ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടും ഞാനും യാത്ര ചെയ്യുമ്പോൾ ഓരോ വണ്ടിയുടെയും നമ്പർ നോക്കിയിട്ട് എന്നോട് എഴുതി വെക്കാൻ പറയും. അങ്ങനെ ഒരു 20 നമ്പറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമേനി പറയും ഇന്ന സീക്വൻസിൽ ഇന്നതാണ് നമ്പറുകളെന്ന്. അദ്ദേഹം എവിടെ എഴുതി വെക്കാറില്ല, അത് മെമ്മറിയിൽ ഇങ്ങനെ പിക്കപ്പ് ചെയ്യും. അത് ഉപയോഗിച്ചിരുന്നത് കടപ്പയാതി നമ്പർ സിസ്റ്റത്തിലൂടെയാണ്. ഇപ്പൊ ശശി എന്ന് പറഞ്ഞാൽ ക ക ട പ യ ദി. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ക ക ഖ ഗ ഖ ങ ച ഛ ജ ഝ ഞ. അത് കഴിഞ്ഞിട്ടുള്ള ട വരിക. അപ്പൊ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്. പിന്നെ അടുത്ത 0 മുതൽ ക ട പ യ ദി. ഇപ്പൊ 50 നമ്പേഴ്സ് ആയി. അത് കൃത്യമായിട്ട് നമ്മൾ എഴുതിയാൽ ഷ എന്ന് പറയുമ്പോൾ 5 വരിക. അപ്പൊ ശശി എന്ന് പറഞ്ഞാൽ 55 എന്നാണ് നമ്പർ. ഇപ്പൊ ഇങ്ങനെ കുറെ നമ്പർ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഡെയിലി ലൈഫിൽ അവർ വളരെ സുലളിതമായി ഉപയോഗിച്ചിരുന്ന ഭാഷയിലൂടെ മാത്തമാറ്റിക്സ് പഠിച്ചിരുന്ന ഒരു രാജ്യമാണ് കേരളം. അത് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇപ്പം ഏതെങ്കിലും ഒരു പലചരക്ക് കടക്കാരനോട് ചോദിച്ചാട്ടെ 600 രൂപയുടെ 12% എത്രയാന്ന്? 600ന്റെ 10% എത്രയാ? 600ന്റെ 10% 60. 600. 600ന്റെ 10% എത്രയാ?
60 ആണോ അല്ലയോ? അതെ. 600ന്റെ 1% എത്രയാ? 6. 1% 6 ആണെങ്കിൽ 2% എത്രയാ? 12. അപ്പൊ 12% എത്രയാ? 10%, 2% കൂട്ടിയ 12% അല്ലേ? 60ഉം 12ഉം കൂട്ടിയ 72 ആയില്ലേ? അപ്പൊ 600ന്റെ 12% എത്രയാന്ന് വെച്ചാൽ ഉടനെ പറയാൻ പറ്റണം, 72 ആണ്. ശരിക്ക് ഈ മാത്തമാറ്റിക്സ് ആണ് മിക്കവാറും ബാങ്ക് ടെസ്റ്റുകളിലും ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, കോർപ്പറേറ്റ് കമ്പനികളിലെ എൻട്രി, ഇൻഫോസിസിൽ അപ്ലൈ ചെയ്യുന്ന ബിടെക്കുകാർക്ക് പോലും. പക്ഷെ എന്താ സംഭവം, നമ്മളിതൊക്കെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് അത് എഴുതുമ്പോഴത്തേക്കും ചുരുങ്ങിയത് 2 മിനിറ്റ് എടുക്കും. പക്ഷെ മനക്കണക്ക് കൊണ്ട് ഈ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. അപ്പോൾ എക്സാമിനേഷന് സാധാരണ കൊടുക്കുന്ന സമയം 100 ചോദ്യം 1 മണിക്കൂർ. അപ്പൊ 100 ചോദ്യത്തിന് 1 മണിക്കൂറാകുമ്പോൾ എത്ര സമയം കിട്ടുള്ളൂ? നമുക്ക് 1.5 മിനിറ്റേ കിട്ടുള്ളൂ. ആ 1.5 മിനിറ്റിൽ നമ്മൾ ചോദ്യം വായിക്കണം. ചോദ്യം വായിക്കാൻ 30 സെക്കൻഡ് വേണം. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൊണ്ടെങ്കിലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയാലേ അത് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അത് എല്ലാം ഒരേ ടഫ് അല്ലല്ലോ. അപ്പോൾ അറിയുന്ന എക്സാമിനേഷന് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു 50 ചോദ്യങ്ങളെങ്കിലും ഉണ്ടായാൽ നമുക്ക് ഒരു 70-80% മാർക്ക് മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്സ് അറിയുമ്പോൾ, ലോജിക്കൽ റീസണിങ് അറിയുമ്പോൾ എല്ലാവർക്കും അറിയാം ആൻസേഴ്സ്. പക്ഷെ കുറേ സമയം കൊണ്ടാവരുത്. എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കുറേ ക്ലാസ്സുകളുണ്ട്. അടുത്ത കാലത്ത് KL യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ, അത് ഞാൻ ഇതുപോലെ ഓൺലൈനാണ്, ഒന്നും ഉപയോഗിക്കാതെ ചടപടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ബോർഡില്ല, എഴുതാറില്ല, പവർ പോയിന്റ് ഇല്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ പറയും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനം ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തുമ്പോൾ കമ്പ്യൂട്ടറിൽ പണ്ടുള്ള ഓൾറെഡി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഉത്തരം കിട്ടുന്നതാണെങ്കിൽ പിള്ളേരൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യും. അതേ സമയത്ത് നമ്മൾ ചെറിയൊരു ടെസ്റ്റ് കൊടുത്തിട്ട് പുതിയ ചോദ്യം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റാണ്ടാവും. എൻ്റെ ഒരു സയൻസ് മാഷുണ്ടായിരുന്നു, അനന്തൻ മാസ്റ്റർ. ഞാൻ നടുവിൽ എൻ്റെ തറവാട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം 2013 മുതൽ 2013, 14, 15, 16, 17, 18 5 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ ഞാൻ ആണ് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഒറ്റക്ക് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾ, മിക്കവാറും ഗൾഫിലുള്ള വെക്കേഷൻ സമയത്തൊക്കെ ഗൾഫിൽ നിന്നുള്ളൊരു 10-30 കുട്ടികളുണ്ടാവും. അത് 7ാം ക്ലാസ് മുതൽ പിന്നെ ജോലി ചെയ്യുന്നവർ വരെ ഉണ്ട്. ഇൻഫോസിസിൽ ജോലി ചെയ്യുന്നവർ, MBA കഴിഞ്ഞവർ, ഡോക്ടർമാർ ഒക്കെ വന്നിട്ട് എൻ്റെ കൂടെ താമസിക്കാറുണ്ട്. ടീച്ചർമാർ. അവർക്ക് വ്യത്യസ്തമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കാനും എങ്ങനെയാണ് ഞാനിത് നടത്തുന്നതെന്നൊക്കെ അറിയാനും ഒക്കെയാണ് വരാറ്. ഇപ്പം എൻ്റെ കൂടെ +1 +2 പഠിച്ചിട്ടുള്ള, ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, പത്തേമാരി എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ റൂംമേറ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള രമേഷ് പയ്യന്നൂർ. ഇപ്പം അദ്ദേഹം ദുബായിലൊരു റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. ഞാനിപ്പോൾ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് രമേഷിന് വേണ്ടിയിട്ട്. ആ രമേഷൊക്കെ വന്നിട്ട് 3-4 ദിവസം താമസിച്ചു പോയിട്ടുണ്ട് എൻ്റെ ക്യാമ്പിൽ. ഒരു ദിവസത്തേക്ക് വരും. വന്നു കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ പോകുന്നൊക്കെ പറഞ്ഞാൽ പോകാൻ തോന്നാറില്ല. അങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കുറേ കുട്ടികളെ കുറച്ചും കൂടി ഹയർ ലെവലിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് കാണിക്കണം എന്നൊക്കെ ഒരു ബാച്ചിന് തോന്നുമ്പോൾ ഞാൻ വിളിക്കാറുള്ളത്, എന്നെ 9ാം ക്ലാസ്സിൽ സയൻസ് കാണിച്ചിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എൻ്റെ മാഷ് ഇപ്പോൾ 70-72 വയസ്സായി. അപ്പം ഞാൻ വണ്ടി അയച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിക്കപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അത് ഇലക്ട്രോണിക്സും വീലുകളും മെക്കാനിക്കൽ വീലുകൾ ഒക്കെ അതും ഇതുമൊക്കെ ആയിരിക്കും. അദ്ദേഹവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കുന്ന സാധനം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ്സ് കാണിച്ചു തരും.
ഓക്കെ അത് ഒരു ദിവസം ഫുൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഓക്കെ ആ ക്ലാസ് സാറിൻ്റെയാണ് ഒരു ദിവസം. ആ ക്ലാസ് ചിലതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ സാർ ഓക്കെ അനന്തൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ ഓക്കെ സയൻസ് മാസ്റ്റർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സയൻസ് മാഷ് ആരാന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ്. ഓക്കെ ഓക്കെ ഞാൻ ദുബായിൽ ഒരു 1200ഓളം ഓഡിയൻസുള്ള ഒരു പ്രോഗ്രാമിൽ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് മില്ലേനിയം സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പ്രോഗ്രാം നടത്തിയ സമയത്ത് ഒരു കുട്ടി എന്നോട് ചോദിച്ചാണ് എന്നെ ഡോക്ടർ TPSനെ ഇൻഫ്ലുവൻസ് ചെയ്ത മാഷാരാണെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അനന്തൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഇൻ്റർവെല്ലിൽ ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അനന്തൻ മാസ്റ്ററുടെ കൊച്ചുമകളാണെന്ന്. ഓക്കെ ഓക്കെ അപ്പോൾ എന്നെ പഠിപ്പിച്ച മാഷയുടെ കൊച്ചുമക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ സാർ പക്ഷേ ആ കുട്ടിയുടെ ഒരു അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റേജിൽ കുട്ടിയെ വിളിച്ചു. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു റിവാർഡും അവാർഡും എന്താണെന്നറിയോ? അവരുടെ മുത്തശ്ശനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വന്നൊരു മാഷ് പറയുമ്പോഴൊക്കെ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്നൊരു അഭിമാനം ഉണ്ടല്ലോ. അതെ സാർ അതെ അപ്പം നല്ല ടീച്ചർ ആവണം. അതെ സാർ അതെ അതെ ആ ടീച്ചർ ആവണമെങ്കിൽ ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ. ഈ സാറ് ശരിക്കും അനന്തൻ മാസ്റ്റർ ബയോളജിയാണ് BSc ഒക്കെ പഠിച്ചത്. അതെ അതെ പക്ഷെ ക്ലാസ് എടുക്കുന്നതൊക്കെ ഫിസിക്സാണ്. ഓക്കെ കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഈ കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് സിഗരറ്റ് കത്തിക്കും. എന്നിട്ട് പറയും ഈ ഡിസ്റ്റൻസ് ആണ് ഫോക്കസ്. ഓക്കെ അതാണ് എക്സ്പെരിമെന്റ്. അതെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ പാരലൽ റേസ് വന്നാൽ കോൺവെക്സ് ലെൻസിൽ ഒരു സ്ഥലത്തേക്ക് പിൻ ചെയ്ത് നമുക്ക് ഒരു സിഗരറ്റിനെ കത്തിക്കാൻ പറ്റും എന്ന് കാണിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിലോസഫിയും പറയും. അതെ 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 നമ്മുടെ എനർജി ഫോക്കസ് ചെയ്താൽ നമുക്ക് എന്തും കത്തിക്കാൻ പറ്റും. ഓക്കെ അത്രയും പവർഫുൾ ആണ് നമ്മുടെ തോട്ട്സ്. ഫിലോസഫിയും ലിറ്ററേച്ചറും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വരയും സ്കൾപ്ചറിങ്ങും കാർപ്പൻട്രിയും മെക്കാനിക്കൽ റിപ്പയറിങ്ങും എല്ലാം അറിയുന്നൊരു മാഷാണ്. അവരൊക്കെയാണ് നമ്മുടെ ചെറുപ്പത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒന്നും ക്ലാസ്സിലിരിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ സാർ എൻ്റെ ഡിവിഷനിൽ എൻ്റെ സെക്ഷനിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹം മാഷായിരുന്ന സ്ഥലത്തൊരു സ്റ്റുഡൻ്റ് ആവാനുള്ള ഭാഗ്യം എൻ്റെ നാട്ടുകാരിൽ ഒരാൾ അങ്ങനെ ഉണ്ടെന്ന്. അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെയൊക്കെ ഈ സയൻസ് എക്സ്പെരിമെൻസിൻ്റെയൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്ന ഒരാളാണ്. ഓക്കെ സാർ ഓക്കെ ഇപ്പോൾ ഈ മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എത്ര ചെരിഞ്ഞ് ഓടിക്കുമ്പോഴും മലയുടെ മുകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ ശരിക്കും ബൈക്ക് ചെരിച്ചിട്ടല്ലേ ഓടിക്കുക. അതെ 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 അത് ഓടാതെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വീഴുമല്ലോ. അതെ സാർ അതെ അതെ അത് ഈ വീല് കറക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ടോർക്ക്, അതിൻ്റെ സർക്കുലർ മോഷൻ. പക്ഷെ നമ്മൾ ഇത് എക്സ്പെരിമെൻ്റ് ഇപ്പം സുജിത്ത് പറഞ്ഞില്ലേ, ഇത് നമ്മൾ പഠിക്കുന്ന തിയറി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ സാർ അതെ അതെ ഇപ്പം ഞാനിപ്പോൾ അയനയോട് ചോദിച്ച മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ആ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് ഇതിൻ്റെ വിഷ്വലൈസേഷൻ പോസിബിൾ ആയിരുന്നില്ല. ആ തിയറി മാത്രം പറഞ്ഞു പോകുമ്പോഴാണ് സയൻസ് ബോറാവുന്നത്. അതെ സാർ അതെ തികച്ചും അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അതെ സാർ അതെ 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 അത് എക്സ്പെരിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് രണ്ടും വ്യത്യസ്തമാണ്. അതെ സാർ അതെ അതെ ഒന്ന് നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐ ലേൺഡ് ആൻഡ് ഐ റോട്ട് എക്സാം, ഐ ഗോട്ട് 100 മാർക്സ്. അതെ സാർ പക്ഷേ വെൻ യു അണ്ടർസ്റ്റാൻഡ് യു മേ നോട്ട് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്. അതുപോലെ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതെ സാർ അതെ അതെ പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും വേണം. എക്സാമിനേഷനും പാസ് ചെയ്യലും ഫുൾ മാർക്ക് മേടിക്കുന്നതിനൊക്കെ കഴിവുണ്ടാവണം. അതിൻ്റെ കൂടെ അത് മനസ്സിലാക്കാനുള്ള, അതാണ് മനസ്സിലാക്കുക. അതെ സാർ അതെ അത് മനസ്സിലാക്കി അനുഭവിക്കാനും കൂടി സാധിക്കുമ്പോഴാണ് നമുക്ക്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഇപ്പം സുജിത്തിനും എനിക്കും സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഓക്കെ സുജിത്തിന് BSc ചേരാൻ പറ്റിയത് +1 +2 സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ടാണ്. അതെ സാർ അതെ അതെ ആ BSc ഫിസിക്സ് പഠിച്ചത് കൊണ്ടാണ് 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലല്ലോ BSc കഴിയുമ്പോൾ ചെയ്യാം. അല്ല സാർ അല്ല അപ്പം നമുക്ക് ബോധം, അറിവ്,
ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണാനും പഠിക്കാനും ഒക്കെയുള്ള കഴിവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഇന്നുള്ള തട്ടുകൾ, ആ തട്ടുകളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ അതെ ആ പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായാലും ആ സ്റ്റെപ്പിലൊക്കെ കയറിയിട്ട് പോയിട്ടുള്ളവരാണ് ലോകത്തിൽ പലതും ചെയ്തിട്ടുള്ളത്. അതെ സാർ അതെ അതെ ആ സ്റ്റെപ്പിലൊന്നും പോവാതെ ചെയ്തിട്ടുള്ളവർ ചിലപ്പോൾ 1-2 പേരുണ്ടാവുമായിരിക്കും. അതെ 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 പക്ഷെ ആ സ്റ്റെപ്പ് കയറിപ്പോയിട്ടുള്ളവരിൽ ഒരു 1,00,000 ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അതെ അതെ അപ്പോൾ ആ സ്റ്റെപ്പ് മോശമാണെന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും പറയാറില്ല. കാരണം എക്സാമിനേഷൻ വേണം, പഠിക്കണം, നമ്മുടെ സിസ്റ്റം നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ആ സിസ്റ്റത്തിൽ പോകുമ്പോൾ നമ്മളിപ്പം 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സയൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയില്ല ഇവരിൽ ആരാണ് BSc മാത്തമാറ്റിക്സിന് പോവാന്ന്, അതെ അതെ ആരാണ് ബയോളജി പഠിക്കാൻ പോവാന്ന് അറിയാത്തത് കൊണ്ടാണ് അതുവരെ 10ാം ക്ലാസ് വരെയുള്ള ടീച്ചർമാർ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അതെ അതെ കാരണം അവിടെ മാത്സിന് പോകുന്നവരുണ്ടാവും, ബയോളജിക്ക് പോകുന്നവരുണ്ടാവും, സോഷ്യൽ സയൻസിന് പോകുന്നവരുണ്ടാവും. ഇവരിൽ ആർക്ക് വേണമെങ്കിലും പോവാം. അതുകൊണ്ടാണ് ഒരു പലചരക്ക് കട പോലെയാണത്. അതെ അതെ അവിടെ നിന്നും ചില സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചില സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊരു കറി ഉണ്ടാക്കുമ്പോൾ അത് സ്പെഷ്യലൈസേഷനായി. അതെ സാർ അതെ അതാണ് BScക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ചില സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് പോകും. അതെ അതെ അത് മാത്രം പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹയറായി. അവിടുന്ന് പിന്നെ MScക്ക് പോകുമ്പോഴും നമുക്കറിയില്ല BScക്ക് പഠിക്കുന്ന എത്ര പേരാണ് MScക്ക് പോവാന്ന്. അതെ അതെ ഓരോ വിഷയവും പഠിപ്പിക്കും വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പം നമ്മളതിനകത്ത് മെക്കാനിക്സ് പഠിപ്പിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കും, പിന്നെ കുറച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് പഠിപ്പിക്കും, ഓപ്റ്റിക്സ് പഠിപ്പിക്കും. ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ സപ്ലിമെൻ്ററി ആയിട്ടൊക്കെ പഠിപ്പിച്ചു. അതെ സാർ അതെ അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് 1-2 പേര് ഈ കാണുന്ന സ്പെഷ്യലൈസേഷനുകളിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കടന്നു പിടിച്ച് അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പോകും. ഓക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായാലേ നമുക്ക് മുകളിൽ പോകാൻ പറ്റുള്ളൂ. അതെ സാർ തീർച്ചയായും അപ്പോൾ ഈ സിസ്റ്റംസ് നമുക്ക് എപ്പോഴും വേണം. ലോകത്തിൽ എവിടെ പോയാലും ഈ സിസ്റ്റംസ് ഇല്ലാത്ത എഡ്യൂക്കേഷൻ ഇല്ല. അതെ അതെ ഈ സിസ്റ്റത്തിൽ അല്ലാതെ എഡ്യൂക്കേഷനിൽ രക്ഷപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ ശ്രീനിവാസ രാമാനുജം അല്ലെങ്കിൽ ന്യൂട്ടൺ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ പക്ഷേ നമുക്കെല്ലാം അങ്ങനെ ആവാൻ പറ്റുന്നവരല്ലല്ലോ നമ്മൾ. അതെ 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 അതുകൊണ്ട് ഞാൻ എപ്പോഴും, ഞാനിപ്പം യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിനൊക്കെ തെറ്റാന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചെറിയ കുട്ടികളോട്, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് എനിക്കിത് പഠിക്കേണ്ട, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോഴും ഞാൻ പറയാറുള്ളത് 10ാം ക്ലാസ് കഴിയുമ്പോഴല്ലേ ക്രിക്കറ്റിനെ കുറിച്ച് അറിയുള്ളൂ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് അല്ലല്ലോ കളിക്കുക. അതെ 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 10ാം ക്ലാസ് എടുത്തുമ്പോൾ ആണ് ഇപ്പം നമുക്ക് ഇത് കളിക്കണം എന്ന് പറയുന്നത്. എല്ലാ ക്രിക്കറ്റ് പ്ലെയേഴ്സും ഏറ്റവും നല്ല ഗ്രൗണ്ട് കിട്ടുന്നത് വലിയ കോളേജുകളിൽ പോകുമ്പോഴാണ്. സ്കൂൾ ഗ്രൗണ്ടിനേക്കാളും വലുതാണ് കോളേജ് ഗ്രൗണ്ട്. അതെ 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 അപ്പോൾ കോളേജിൽ പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് കളിയും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് അതിന് കുറച്ചും കൂടി എക്സലൻ്റ് ആവാൻ പറ്റും. അതെ സാർ അതെ അതെ അപ്പോൾ എപ്പോഴും നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് അത് എക്സ്പെരിമെൻറ്റ്സ് ആയാലും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് എന്താണ് ആസ്ട്രോഫിസിക്സിൽ ആസ്ട്രോണമി ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇൻറ്ററാക്ഷനിൽ നിർജുലിയിലുള്ള നോർത്ത് ഈസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചതാണ്, അസ്ട്രോണമിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും പഠിച്ച ആളെ മാത്രം വേണമെന്ന് അവരെന്താ പറയാൻ കാരണം? BSc പഠിച്ചവർക്ക് എന്തേ പറ്റാത്തത്, MSc പഠിച്ചവർക്ക് എന്തേ പറ്റാത്തത്? അവർ 10 പോസ്റ്റുകളിൽ 8 പോസ്റ്റ് ചിലപ്പോൾ BSc MSc മാത്രം നോക്കിയിട്ട് കൊടുക്കും. പക്ഷെ അവർ 2 പോസ്റ്റെങ്കിലും അവർ അഡ്വർടൈസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും സ്വന്തം പഠിച്ചിട്ടുണ്ടോ, അവർക്ക് കുറച്ചൊരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ അവരെ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അഡ്വർടൈസ്മെൻറ്റും കൂടി കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പോഴല്ലേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ അസ്ട്രോണമി പഠിച്ചു, ഞാൻ എന്നിട്ടൊരു എക്സാമ്പിളും പറഞ്ഞു. പയ്യന്നൂര് കൊമേഴ്സ് പഠിച്ച് +1 +2 പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മാഷാണ് അവിടെ ഒരു അസ്ട്രോണമി സെൻറ്റർ തുടങ്ങിയത്. അദ്ദേഹത്തിന് പാഷൻ സയൻസ് ആണ്, പാഷൻ അസ്ട്രോണമിയാണ്, സാറ്റലൈറ്റുകളുടെ കോൺസ്റ്റലേഷൻസ് ആണ്, എവിടെയൊക്കെ സ്റ്റാറുകൾ ഉണ്ടെന്ന് അയാൾക്ക് വാച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടൊരു മലയുടെ മുകളിൽ ചെറിയൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ട് കോൺസ്റ്റലേഷനെ കുറിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറും ടെലസ്കോപ്പുകളും ഒക്കെ സ്ഥാപിച്ചു. അതൊക്കെ ചെറിയ ചെറിയ കളക്ഷനോടോ അല്ലെങ്കിൽ സ്വന്തം പൈസ കൊണ്ടോ ഒക്കെയാണ് ഉണ്ടാക്കിയെടുത്തത്.
ഓക്കെ. പക്ഷെ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കുറേ ഫണ്ടിങ് കൊടുത്തു അയാൾക്ക്. ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ നാഷണൽ ഇന്നൊവേഷൻ കൗൺസിൽ, ആ ഹണി ബി നെറ്റ്വർക്ക്, നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇത്തരം കുറേ സ്ഥാപനങ്ങളുണ്ട്. ആ ഓക്കെ. ആ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ വില്ലേജിലാണ് തെങ്ങ് കയറാനുള്ള ഒരു എക്യുപ്മെൻറ്റ് കണ്ടുപിടിച്ചത്. ഒരു പാപ്പച്ചെന്നോ അപ്പച്ചെന്നോ അങ്ങാണ്ട് പറഞ്ഞിട്ടൊരാളാണ് കണ്ടുപിടിച്ചത്. ആ ഓക്കെ. അദ്ദേഹത്തിൻ്റെ ആ എക്യുപ്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രൊഡക്ഷനിലാക്കി കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഓക്കെ ഓക്കെ. ഡിസ്കവറി ചാനലിൽ ഒരു ചെറിയ സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ചുള്ള. ആ ആ മൈ ടെക്നോളജി എന്നാണ് അതിൻ്റെ പേര് ആ പ്രോഗ്രാമിൻ്റെ. ആ ഞാൻ പല സ്ഥലത്തും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കാറുള്ളതാണ്. അതിൽ തന്നെയാണ് സൈക്കിൾ വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയ ഒരു കുട്ടിയുടെ കഥ. അതും കോട്ടയത്ത് എവിടെയാണ്. ആ ആ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് വീല്. ആ അതെ അതെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തരികിട എന്ന് പറയാറില്ലേ നമ്മൾ, ജുഗാഡ് എന്നാണ് ഹിന്ദിയിൽ പറയാം. ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എളുപ്പം ഫിസിക്സിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ എക്സ്പെരിമെന്റ്സ് സൈക്കിൾ ഉപയോഗിച്ച് ചെയ്യാം. അതെ അതെ. തമിഴ്നാട്ടിൽ ഗ്രൈൻഡിങ് മെഷീൻ, മിക്സി ഇപ്പം ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് മിക്സി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റും. സൈക്കിൾ വെച്ചിട്ട് സൈക്കിളിന്റെ വീല് കറങ്ങുമ്പോൾ മിക്സി കറങ്ങിയാൽ പോരെ. അതെ അങ്ങനെ പറ്റും. അതാ പറഞ്ഞു. അപ്പൊ അത്തരം കുറേ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അതെ അതെ. ആ പ്രോഗ്രാമുകളൊക്കെയാണ് ഇപ്പം നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ചു കാലം ഗസ്റ്റായിട്ട് പോയിട്ടൊക്കെ ഉണ്ട്, മാർക്കിടാനും സമ്മാനം കൊടുക്കാനൊക്കെ. അത് ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും കുട്ടികൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ കോപ്പി ചെയ്തിട്ട് ചെയ്യാം. അത് സ്വന്തം കണ്ടുപിടിക്കാനുള്ള ഒരു താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാൻ സയൻസ് ടീച്ചേഴ്സിന് പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പം സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയോ സ്കൂൾസിന്റെയോ ഭാഗമല്ല ഇതൊന്നും. അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ടവർ തന്നെയാണ്. കാരണം അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് അല്ലാതായാൽ, ഇപ്പൊ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടീച്ചേഴ്സിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ബൗണ്ടറി ഒന്നും വെക്കാതെ പോയാൽ ആ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ ഈ ലാഡർ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ അതൊക്കെ നടക്കുമ്പോഴും പാരലലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വേറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ എന്തോ കാരണം പറയുന്നത്, ഇപ്പം മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഭവം, ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പൊ സിനിമയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അത്തരം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇതൊന്നും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടല്ലല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് സയൻസിലുള്ള താല്പര്യം, എക്സ്ട്രാ പഠിക്കാനുള്ള താല്പര്യം, അത് ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റോട് കൂടി എൻ്റെ കുട്ടിക്ക് ഉണ്ടാവണമെന്ന് പാരന്റ്സിന് തോന്നുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മള് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോ അവിടെ എന്തുകൊണ്ട് ഡാൻസ് പഠിപ്പിക്കണം, എല്ലാരെയും പാട്ട് പഠിപ്പിക്കണം, എല്ലാരെയും കഥാപ്രസംഗം പഠിപ്പിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. ആ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് പലരും പല കോച്ചിങ് സെന്ററിലും പോയിട്ടും കുറേ ആൾക്കാരുടെ കൂടെ പോയിട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളും ഒക്കെ പഠിപ്പിച്ച് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സയൻസ് ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ എന്തേ അവര് സയന്റിസ്റ്റുമാരുടെ പിന്നാലെയോ അല്ലെങ്കിൽ നാട്ടിൽ ഈ സയൻസ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ പോവാത്തത്? അല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ധാരണ ഈ എക്സാമിനേഷൻ എഴുതി പഠിക്കാനുള്ളതാണ് സയൻസ്. അത് നമുക്ക് താല്പര്യമുണ്ടായിട്ട് എക്സ്ട്രാ ചെയ്യേണ്ടതല്ല. ഈ തമാശയും എനിക്ക് പലപ്പോഴും ദേഷ്യം വരാറുണ്ട് ഈ മ്യൂസിക്കിനോടും. മ്യൂസിക്കും ഡാൻസും ഒക്കെ വേണം, പക്ഷെ അത് അവനവന്റെ ഒരു സന്തോഷത്തിന്റെ എക്സ്റ്റസി കാണിക്കാനുള്ളതാണ്. അത് ഒരു കോമ്പറ്റീഷൻ ആക്കിയിട്ട് വെച്ചിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാള് ചെറിയ കുട്ടിയായാലും ഒരു ക്ലാസ്സിന് വരുമ്പം 1 ലക്ഷം രൂപ കൊടുക്കുമല്ലോ.
അതെ 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 അതേ സമയത്ത് സയൻസ് നല്ലോണം അറിയുന്ന ഒരു സയന്റിസ്റ്റിനെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ച് 1,00,000 രൂപ കിട്ടും. അതിന്റെ ഉത്തരം ഇതാണ്. എന്താ കാരണം എന്നറിയോ? അക്കാഡമിക് ആയിട്ട് അത്തരം സംഭവങ്ങൾ നിങ്ങൾ എത്ര ചെയ്താലും അതിന് ലോകം വില കൽപ്പിക്കുന്നില്ല, അതിന് ജനങ്ങൾ കോസ്റ്റ് ആയിട്ട് കാണുന്നില്ല.